പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഗീവർഗീസ് പുതിയ വീട്ടിലൊക്കെ കൊണ്ടുവന്ന് അവരെ എത്തിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. എന്നാലും ചോദിക്കുകയാണ്, എന്ത് പറ്റി, നിങ്ങൾ ആ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരാനുള്ള കാരണം എന്താ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയുകയാണ്, അത് ഞങ്ങൾ ചെയ്യാത്ത തെറ്റ് പലരും ഞങ്ങളുടെ തലയിലാക്കാൻ ശ്രമിച്ചു. അപ്പം അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ പ്രശ്നത്തിൽ അകപ്പെട്ടു പോകും. അതുകൊണ്ടാണ് അവിടെ നിന്ന് കുറച്ച് ദിവസം മാറി നിൽക്കാമെന്ന് തീരുമാനിച്ചെന്ന് വിക്രം പറയാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും ദൈവ നിയോഗമായിരിക്കും. ഈ സമയത്ത് നിങ്ങളെ സഹായിക്കാൻ എൻ്റെ യോഗമായിരിക്കും എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വിക്രമത്തിനും വേദയ്ക്ക് ഒരു സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അനിയൻകുട്ടനകത്ത് തന്നെയുണ്ട്. അനിയൻകുട്ടനാണെങ്കിൽ ആകെപ്പാടെ പേടിച്ച് വിറച്ച് തന്നെ ഇരിക്കുകയാണ്. അനിയൻകുട്ടനെ കൊണ്ടിരുത്തുമ്പോൾ അനിയൻകുട്ടനാണെങ്കിൽ കൊല്ലുമെന്ന് മാത്രം പിടിച്ച് വിക്രത്തെ കയ്യിലിങ്ങനെ പിടിക്കുന്നുണ്ട്. അപ്പം സമാധാനിപ്പിക്കുന്നുണ്ട് അനിയൻകുട്ടനെ. നീ പേടിക്കണ്ട, ഞാനുണ്ടെങ്കിൽ പിന്നെ ആരിങ്ങോട്ട് വരാനാ, ആരും കൊല്ലാൻ വരത്തില്ല എന്നും പറഞ്ഞ് വിക്രം അനിയൻകുട്ടനെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗീവർഗീസ് ആണെങ്കിൽ വീട്ടിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് വേദയും വിക്രത്തെ ഏൽപ്പിച്ചിട്ട് അവിടുന്ന് പോകുവാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ കടയുണ്ട്, അവിടെ പോയി വാങ്ങിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല, പള്ളിയിൽ ജോലിക്കാരെ ആവശ്യമുള്ളപ്പോൾ ഞാൻ വിളിക്കാം, ജീവിക്കാൻ എന്തെങ്കിലും മാർഗം വേണ്ടേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വിക്രത്തിന് വലിയ സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഗീവർഗീസ് അവിടുന്ന് പോവുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നുന്നു, നമ്മളെ സഹായിക്കാൻ തോന്നിയല്ലോ എന്ന് പറയണം. അപ്പോൾ വിക്രം പറയണം, അതെ, ഗീവർഗീസ് സഹായിക്കാൻ ഏറ്റുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങോട്ട് വരാനും ഇവിടെ താമസിക്കാനും ഒരു അവസരം ഉണ്ടായതെന്ന് വിക്രവും പറയുന്നുണ്ട്. അങ്ങനെ അവർ വീട്ടിലുള്ള കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഈ സമയത്താണെങ്കിൽ വിക്രത്തിൻ്റെ വീട്ടിൽ ആകപ്പാടെ എല്ലാം ടെൻഷനാണ്. വിക്രവും വേദ എവിടെയാണെന്ന് അറിയത്തില്ല, എന്നാൽ രണ്ടുപേരും എന്നുള്ളൊരു സമാധാനമുണ്ട്. ഈ സമയത്താണ് വിശ്വവും ശ്രീജി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ വിശ്വം പറയണം, അച്ഛാ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചായിരുന്നു, എന്താ കാര്യമെന്ന് മാഷ് ചോദിക്കുകയാണ്. അത് അച്ഛനും അമ്മയും കൂടെ നാളെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലണമെന്ന്. ഞങ്ങളെന്തിനാണ് ചെല്ലുന്നത്? അതൊന്നും അറിഞ്ഞൂടെ, രണ്ടുപേരും വേണമെന്നാണ് പറഞ്ഞത്. അപ്പം കമലമ്മയ്ക്ക് ആകപ്പാടെ ടെൻഷനാകുന്നുണ്ട്. കമലമ്മ പറയണം, മാഷേ, നീ അടുത്ത എന്തെങ്കിലും പ്രശ്നത്തിനാണോ നമ്മളെ അങ്ങോട്ട് വിളിക്കുന്നത്? നീ എന്തിനാണ് പേടിക്കുന്നത്? നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് നമ്മളെ പേടിക്കുന്നത് എന്ന് മാഷ് ചോദിക്കുകയാണ്. എന്തായാലും നാളെ തന്നെ പോകാം എന്ന് പറയുകയാണ്. ഞാൻ പറയുന്നുണ്ട്, അച്ഛാ, അമ്മയും അച്ഛനും മാത്രം പോയാൽ ശരിയാവുമോ? ഞങ്ങളും കൂടെ വരട്ടെ, അന്നത്തെ ഒരു അനുഭവം ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാഷ് പറയാണ്, നിങ്ങൾ ആരും വരണ്ട, നിങ്ങൾ വന്നാലാണ് കൂടുതൽ പ്രശ്നം. ഇപ്പം ഞാനും കമലയും മാത്രം പോയാൽ മതി. മാത്രമല്ല, ഞങ്ങൾക്ക് പ്രായമുള്ളവരല്ലേ, അങ്ങനെ ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് മാഷ് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഈ സമയത്താണെങ്കിൽ സിയും ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടെ ചേർന്നാണ് ഇവർ രണ്ടുപേരെയും കൂടെ വിളിച്ചു വരുത്തുന്നത്. ചന്ദ്രശേഖരൻ നേരത്തെ തന്നെ സി എടുത്ത് പറഞ്ഞിട്ടുണ്ട്, വിക്രത്തിൻ്റെ അമ്മയെ നന്നായിട്ടൊന്ന് കടഞ്ഞ് അവർക്കറിയാമെങ്കിൽ അവർ തത്ത പറയുന്ന പോലെ പറയും, അവർക്ക് പോലീസ് സ്റ്റേഷനൊക്കെ ഭയമാണെന്ന് ചന്ദ്രശേഖരൻ നേരത്തെ തന്നെ സിയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് പ്രകാരമാണ് കമലമ്മയും മാഷിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ തന്നെ കമലമ്മയ്ക്ക് ആകെപ്പാടെ ഭയമാവുന്നുണ്ട്. മാഷേ, ഞാൻ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ കമലമ്മ പറയുന്നുണ്ട്. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, നീ എന്തിനാ പേടിക്കുന്നത്? ഞാനില്ലേ നിൻ്റെ കൂടെ, പിന്നെ എന്തിനാണ് നീ പേടിക്കുന്നത് എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങ് പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറുകയാണ്. കയറുമ്പോഴാണ് സിഐ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. വന്നോ രണ്ടുപേരും, എന്തിനാ സാറെ വിളിപ്പിച്ചതെന്ന് മാഷ് ചോദിക്കുകയാണ്. അത് വിക്രമും വേദ ഇപ്പോൾ എവിടെയാണ് വിളിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അത് ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയാണ്. അപ്പോൾ കമലമ്മ അടുത്ത് ചോദിക്കുകയാണ്, അറിയത്തില്ല സാറേ, എങ്ങോട്ടാണ് അവർ പോയെന്ന് ഞങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞില്ല എന്ന് പറയാണ്. അപ്പം സി ഐ പറയാണ്, അത് നിങ്ങളുടെ അടുത്ത് മര്യാദയായിട്ട് ചോദിച്ചാൽ നിങ്ങൾ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, അപ്പോൾ അകത്തോട്ടിരുന്ന് വിശദമായിട്ടൊന്ന് ചോദിക്കാം എന്നും പറഞ്ഞ് സി ഐ ആണെങ്കിൽ കമലമ്മ വിളിക്കുകയാണ്. മാഷും കൂടെ കയറാൻ വരുമ്പം മാഷ് വരണ്ട, കമലമ്മ മാത്രം വന്നാൽ മതി എന്ന് പറയാണ്. അപ്പോൾ ഒരു വനിതാ കോൺസ്റ്റബിൾ വന്ന് കമലമ്മയും പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ പേടിച്ച് വരച്ച് കമലമ്മ അകത്തേക്ക് പോവുകയാണ്. മാഷിന് നല്ല ടെൻഷനുണ്ട്. മാഷു ഇങ്ങനെ പുറത്ത് ബെഞ്ചിലിങ്ങനെ ഇരിക്കുകയാണ്. അകത്ത് എല്ലാവരെയും ചോദ്യം ചെയ്യുന്ന മുറിയിലേക്ക് കൊണ്ടുപോവാണ്. അതൊക്കെ കാണുമ്പോൾ തന്നെ കമലമ്മ ആകെപ്പാടെ ഭയക്കുന്നുണ്ട്. അപ്പോൾ സി ഐ ചോദിക്കുകയാണ്, നിങ്ങളുടെ മകൻ വിക്രം എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അത് എനിക്കറിയത്തില്ല സാറേ. അപ്പം സി ഐ പറയുന്നുണ്ട്, മര്യാദയ്ക്ക് പറയുന്നതാണ് നല്ലത്. ഇതാണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്താലും പുറത്ത് ആരും അറിയത്തില്ല, അത് വേണോ, അതുകൊണ്ട് മര്യാദയ്ക്ക് പറയുന്നതാണ് നല്ലത്. നിങ്ങളുടെ മക്കൾക്കൊക്കെ ഉണ്ടായ അനുഭവം അറിയാമല്ലേ, എല്ലാവരും വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞു കാണുമല്ലോ, അതുകൊണ്ട് മര്യാദയ്ക്ക് പറയുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് സി ഐ ആണെങ്കിൽ കമലമ്മ ആകപ്പാടെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. കമലമ്മ ആകപ്പാടെ പേടിക്കുന്നുണ്ട്. വനിതാ കോൺസ്റ്റബിളും ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. ഈ സമയത്താണ് വാസവൻ വരുന്നത്. വാസവനാണെങ്കിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി ഇറങ്ങുമ്പോൾ മാഷാണെങ്കിൽ ഒന്ന് ഞെട്ടുന്നുണ്ട്. കാരണം കമലമ്മ അകത്തുണ്ട്, വാസവനും വന്ന്. വാസവനാണെങ്കിൽ നേരെ മാഷിൻ്റെ അടുത്ത് കൊണ്ട് വരികയാണ്. എന്താ മാഷ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കണം. അത്
കമലയും എന്നെയും ഇവിടുത്തെ CI ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു. കമലമ്മയെ ചോദ്യം ചെയ്യാൻ വേണ്ടി അകത്തേക്ക് കൊണ്ടുപോയേക്കുവാണെന്ന് മാഷ് പറയാണ്. അങ്ങനെ വാസവൻ നേരെ അകത്തേക്ക് ചെല്ലുകയാണ്. വാസവൻ അകത്തേക്ക് ചെല്ലുമ്പോൾ CIയും വനിതാ കോൺസ്റ്റബിളും കൂടെ കമലമ്മയുടെ അടുത്ത് ചൂടാവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ വാസവൻ ചോദിക്കുകയാണ്, എന്തിനാ ഇവരെ ഇവിടെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുകയാണ്. അത് വിക്രം ഒളിവിലല്ലേ, ഇവർക്കറിയായിരിക്കും എവിടെയാണെന്ന്. ഇവരെ നന്നായിട്ടൊന്ന് കുടഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ സത്യങ്ങളെല്ലാം പുറത്തു വരുമെന്ന് പറയുകയാണ്. വാസവനാണെങ്കിൽ കമലമ്മ നോക്കുന്നുണ്ട്. അപ്പം കമലമ്മ പറയുന്നുണ്ട്, സത്യമായിട്ട് എനിക്കറിയത്തില്ല അവരെങ്ങോട്ടാണ് പോയെന്ന്, ഞങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞില്ല എന്ന് പറയണം. അപ്പം വാസവനാണെങ്കിൽ CI ഇങ്ങനെ നോക്കുവാണ്. വാസവനറിയാം എന്തായാലും ഇത് വിക്രമല്ല ചെയ്തതെന്ന്, വേറെ ആരോ ഉണ്ടെന്ന് വാസവൻ ഇപ്പം നന്നായിട്ടറിയാം.